അപ്പോൾ ഒരു കൊമേഴ്സ്യൽ ആക്ഷൻ എന്റർടൈനർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ഒരു ഗാങ്സ്റ്റർ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ഗാങ്സ്റ്റർ എന്ന് പറയുമ്പോൾ റോ ആൻഡ് റോസ്റ്റിക് ആയിട്ടുള്ള സംഗതികളല്ല, മറിച്ച് ഒരു ഫിലിമി ഗാങ്സ്റ്റർ പരിപാടികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ഫുൾ മീൽസ് പോലത്തെ ഒരു സിനിമയാണിത്. പക്ഷേ അപ്പൊ പറഞ്ഞു വരുന്നത് 2008 പുറത്തിറങ്ങിയ വിക്രം ലിംഗുസ്വാമി ചിത്രം ഭീമയെ പറ്റിയാണ്. 2005 വിക്രത്തിന്റേതായി അന്യൻ പുറത്തിറങ്ങുന്നു. അതിനുശേഷം അതേ വർഷം മമ്മൂട്ടിയുടെ തൊമ്മനും മക്കളും സിനിമയുടെ റീമേക്കായ മജ പുറത്തിറങ്ങുന്നു. ഇത് കഴിഞ്ഞ് 2 വർഷത്തോളമുള്ള ഗ്യാപ്പിന് ശേഷം 2008 തുടക്കത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഭീമ. അപ്പൊ അത്രയും ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ചിത്രത്തിന് അന്ന് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. ബൈ ദ വേ, മേക്കിംഗ് വൈസ് ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട, കൂടുതൽ സമയം ചെലവഴിച്ച് ചെയ്യേണ്ട ഒന്നും തന്നെ ഈ സിനിമയിലുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ എങ്ങനെ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ 2 വർഷത്തോളം നീണ്ടു നിന്നു എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. എനിവേസ്, കമ്മിങ് ടു ദ മൂവി, ഇതിൽ ആദ്യം പറയേണ്ടത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ പറ്റിയാണ്. ഈ പടത്തിൽ ആദ്യത്തെ മാർക്കറ്റ് ഫൈറ്റ് കഴിഞ്ഞ് വിക്രം സ്ലോ മോഷനിൽ നടന്നു വരുമ്പോൾ ഒരു BGM ഉണ്ട്. എന്താ പറയാ, ഒരു വേൾഡ് ക്ലാസ് ലെവൽ BGM. സ്ഥിരം തമിഴ് സിനിമകളിൽ കേട്ടുപരിചയമുള്ള ഒരു സംഗതി ആയിരുന്നില്ല അത്. ഒരു പക്ക കൗബോയ് വെസ്റ്റേൺ ടൈപ്പ് ഒരു ഇന്റർനാഷണൽ ലെവൽ സാധനം. ഇനി ഇതും കഴിഞ്ഞ് പ്രകാശ് രാജ് തന്റെ നായികയെ ആദ്യമായി കാണുമ്പോൾ അവിടെ ഒരു റൊമാൻറ്റിക് BGM വരുന്നുണ്ട്. അതും ഒരു ഒന്നൊന്നര സംഭവമായിരുന്നു. അത് ശരിക്കും ഹാരിസ് ജയരാജ് ഒരു റൊമാൻറ്റിക് സോങ് ആക്കി മാറ്റേണ്ടതായിരുന്നു. ഇനി സിനിമയുടെ കഥയിലേക്ക് വന്നാൽ, പഴയൊരു റൗഡിയും ഇപ്പോഴത്തെ ഒരു സ്മോൾ സ്കെയിൽ ഡോണും. എന്നാൽ ആൾക്ക് ഫീൽഡിലുള്ള മതിപ്പ് കുറവാണ്. അങ്ങനെ ഇരിക്കെ അയാളുടെ കയ്യാളായി ഒരുവൻ വന്ന് അയാളുടെ ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ ഈ വന്നു കയറിയ ആള് കാരണം ഒടുക്കം അവരുടെ ഗ്യാങ്ങിന്റെ റെപ്യൂട്ടേഷൻ തന്നെ മാറുന്നു. ശേഷം എവിടുന്നോ വന്ന് ഈ ഗ്യാങ്ങിൽ ചേർന്നവൻ ശരിക്കും ആരായിരുന്നു എന്ന് കാണിക്കുന്നു. കുറച്ച് സ്ട്രേഞ്ച് ആയിരുന്നെങ്കിലും വളരെ കൺവിൻസിംഗ് ആയുള്ള ഒരു സ്റ്റോറി ആയിരുന്നു അത്. ഇനി ഇതും കഴിഞ്ഞൊരു ഘട്ടത്തിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് ഈ വന്നയാൾ ഗ്യാങ്ങിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ ഒരു ട്രാജിക് ക്ലൈമാക്സ്. എന്റെ അറിവിൽ ഈ പടം തമിഴ്നാട്ടിൽ വലിയ വിജയമൊന്നുമല്ല. അതിനൊരു പ്രധാന കാരണം ഈ ക്ലൈമാക്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അതുപോലുള്ള എൻഡിങ്ങുകൾ തമിഴന്മാർക്ക് പിടിക്കില്ല, പക്ഷേ ബുദ്ധി ഒരല്പം കൂടിയ മലയാളികൾക്ക് പിടിക്കും എന്നൊക്കെ പറയണമെന്നുണ്ട്. ഇവിടെ എന്തോ ദാറ്റ് എൻഡിങ് വാസ് ശരിയായില്ല. വാളെടുത്തവൻ വാളാലെ എന്ന് കാണിക്കാനാണ് ഇവിടെ സംവിധായകൻ ശ്രമിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് എന്ത് തന്നെയായാലും സംതിങ് ഈസ് നോട്ട് റൈറ്റ് അബൌട്ട് ദാറ്റ് ക്ലൈമാക്സ്. അങ്ങനെ ആവരുതായിരുന്നു. എനിവേസ്, അതങ്ങോട്ട് മാറ്റി നിർത്തിയാൽ വിക്രം പ്രകാശ് രാജ് കെമിസ്ട്രി ഇഡിലനായി വർക്കൗട്ടായ ഒരു അടിപൊളി ഗ്യാങ്സ്റ്റർ മൂവി അതായിരുന്നു ഭീമ.